കഴിഞ്ഞാൽ എല്ലാ സിനിമയും ശരിക്കും നാച്ചുറലായിട്ട് തന്നെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഞാൻ കഥാപാത്രത്തിനെയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ആ കഥാപാത്രം ആ സമയത്ത് എന്ത് ചിന്തിക്കുന്നു എന്നുള്ള മാത്രമേ അത് ഏത് സിനിമയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഉറപ്പായിട്ടും കുറച്ച് ഓവർ ദ ടോപ്പ് സാധനങ്ങൾ ഉണ്ടാവും, അതിനെങ്ങനെ ബിലീവബിളായി പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കി വെച്ചാൽ ഇന്നിപ്പോൾ ഒരു വലിയൊരു എഫേർട്ടാണ് സത്യം പറഞ്ഞാൽ ഇന്നൊരു സിനിമ കാണാൻ തിയേറ്ററിൽ പോകാന്ന് പറയുന്നത്. അവർ തിയേറ്ററിലേക്ക് വെൽക്കം ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി സംതിങ് ലാർജർ ദാൻ ലൈഫ്. നമ്മൾ ഇപ്പം ഞാൻ പറയുന്നത് നമുക്ക് ലൈഫോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോണ്ടന്റ്സ് നമുക്ക് എല്ലായിടത്തും നമുക്ക് ഇന്നുണ്ട്. അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ അല്ലെങ്കിൽ കുറച്ചൊരു ഭയങ്കര ഒരു അവാർഡ് കാറ്റഗറി അല്ലെങ്കിൽ ഭയങ്കര അങ്ങനത്തെ ഒരു സിനിമക്ക് ഇന്ന് OTT നമുക്ക് വീട്ടിലിരുന്നാൽ നല്ല സുഖമായിട്ട് കാണാം. വൈ തിയേറ്റർ? അതിനുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് ദർ ഷുഡ് ബി മോർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോൺഷ്യസ്ലി അത്തരം സിനിമകൾ ചെയ്യാനും ശ്രമിക്കുന്നത്. പിന്നെ ഇതിനെല്ലാത്തിനും അപ്പുറം ഇത് ഫണ്ട് ചെയ്യാൻ ഇതിന് ഒരുപാട്